ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാനായിട്ട് ഒത്തിരി ക്യാപിറ്റൽ വേണം. ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട്, സ്മോൾ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാം? സോ ഒരു 3-4 വർഷം മുമ്പാണെങ്കിൽ ഇൻട്രാഡേയിലൊക്കെ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ നമുക്ക് വെറും 5000 രൂപയും 10000 രൂപയും ഒക്കെ ആവശ്യമുള്ളായിരുന്നു. പൊസിഷനിൽ വളരെ കുറച്ച് പൈസയെ പണ്ടും ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് സെബി റൂളുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് പറയുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്ഷൻ സെല്ല് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ? മാർക്കറ്റ് ഒരു സിക്സാക് മൂവ്മെൻറ്റിലോ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലോ ഒക്കെ പോവുകയാണെങ്കിൽ പോലും 2 കണ്ടീഷനിൽ നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങിൽ നല്ല പ്രോഫിറ്റ്സ് എടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഓപ്ഷൻ സെല്ല് ചെയ്യണമെന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഓപ്ഷൻ സെല്ല് ചെയ്യാം, ഓപ്ഷൻ സെല്ലിങ്ങിൽ ലിമിറ്റഡ് റിസ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ പഴയ വീഡിയോസ്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഓൾഡ് വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് കണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡർസ്. ഓപ്ഷൻ സെല്ലിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലിമിറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിലും വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 2 പ്രാവശ്യം നമുക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? പക്ഷെ ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, അൺലിമിറ്റഡ് ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ഹ്യൂജ് ക്യാപിറ്റൽ കൂടി വേണം ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട്. എന്നാൽ ഇതിനെ നമുക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട്, ഹെഡ്ജ് കൊടുത്തുകൊണ്ട്, ലിമിറ്റഡ് ലോസിൽ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ലിമിറ്റഡ് ലോസ് മാത്രം വരുന്ന രീതിയിൽ നമുക്ക് ഓപ്ഷൻ സെല്ലിംഗ് മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് കോൾ സെല്ല് ചെയ്താലും ശരി, പുട്ട് സെല്ല് ചെയ്താലും ശരി, നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെ സെല്ലിൽ നമുക്ക് മാർജിൻ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം, എങ്ങനെ ലിമിറ്റഡ് ലോസിൽ ട്രേഡ് ചെയ്യാം, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണും. നമ്മൾ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓവറോൾ ട്രെൻഡ് മാത്രമല്ല, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു സിക്സാക് മൂവ്മെൻറ്റിലാണ്, ഒരു ഹയർ ഹൈ ലോവർ ലോ സ്ട്രക്ചറിൽ തന്നെയാണ് മുകളിലോട്ടും താഴത്തോട്ടും ഒക്കെ പോകുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് എപ്പോഴും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സൈഡ് വൈസ് മൂവ്മെൻറ്റുകളിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെല്ല് ഇപ്പോൾ നമ്മൾ നോക്കുന്ന ബാങ്ക് നിഫ്റ്റി നോക്കൂ. ബാങ്ക് നിഫ്റ്റിയിൽ 46,400 എന്ന് പറയുന്നു കണ്ടിന്യൂസ്ലി റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ കണ്ടിന്യൂസ്ലി സിക്സാക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 44,700 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, എത്ര രൂപ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ 44,700 കോൾ ഓപ്ഷൻ ഏകദേശം 85 രൂപയുണ്ട്. ഇത് സെല്ല് ചെയ്താൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് 1,279 രൂപയാണ്. ഇതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഏകദേശം 78,000 രൂപയാണ്. ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എപ്പോഴും നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ഓപ്ഷൻ സെല്ലിങ്ങിൽ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗുണം എന്താണ്? 2 പ്രാവശ്യവും നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ട്രേഡിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ബട്ട് പ്രോബ്ലം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലോസ് ആണ്. ലോസ് എത്രയാണ്? അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫണ്ട് നീഡഡ് ഏകദേശം 80,000 രൂപയുണ്ടെങ്കിൽ ഒരു ലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെഡ്ജ് കൊടുത്താൽ മതി. ഹെഡ്ജ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 500 പോയിൻറ്റ്സ് ഒക്കെ മുകളിൽ പോയിട്ട് നമുക്കൊരു ബൈ ലെഗ് കൊടുത്ത് ആ ഒരു അൺലിമിറ്റഡ് ലോസ് എന്ന് പറയുന്ന രീതി നമുക്ക് ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ 44,700 നമ്മളൊരു ഹെഡ്ജ് കൊടുക്കണം. എങ്ങനെ കൊടുക്കും? 500 പോയിൻ്റ് മുകളിൽ പോയിട്ട് നമ്മൾ ഒരു കോൾ ബൈ കൊടുക്കുന്നു. 1 2 3 45,200 ബൈ കൊടുക്കുന്നു. ഇവിടെ എന്താണ്? നമ്മുടെ അൺലിമിറ്റഡ് ലോസ് ലിമിറ്റഡ് ലോസിലോട്ട് മാറുകയും നമുക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും ഉണ്ട്. നമ്മുടെ ഫണ്ട് നീഡഡ് എന്താണ്? ഫണ്ട് നീഡഡ് കുറഞ്ഞു. 80,000 നിന്ന് 20,000 നമ്മുടെ ഫണ്ട് നീഡഡ് കുറയുകയാണ് ചെയ്തത്. ഫണ്ട് നീഡഡും കുറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഗുണം എന്താണ്?
നമുക്ക് ലിമിറ്റഡ് ലോസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ രണ്ട് കാര്യം കൊണ്ട് നമുക്ക് ഹെഡ്ജ് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഗുണമായി. ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെയാണ്. നിങ്ങൾക്കറിയാം നിഫ്റ്റിയിൽ എപ്പോഴും അറ്റ് ദ മണിയുടെ കോളിനും പുട്ടിനും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്. കാരണം എന്താണ്? അറ്റ് ദ മണിയിലാണ് കൂടുതൽ സമയവും വലിയ പ്ലെയേഴ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ സെല്ല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ബൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന എവിടെയാണ്? ഈ പറയുന്ന അറ്റ് ദ മണിയാണ്. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 19,000, 18,500, 19,500 ഇങ്ങനെ 500 പോയിൻറ്റ്സിലായിരിക്കും എപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റുകൾ വരിക. അപ്പോൾ നമുക്ക് ഹെഡ്ജും ആ ഒരു ലെവൽ അനുസരിച്ച് 500 പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കൂ. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ എവരി 500 പോയിൻറ്റ്സിലാണ് വലിയ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ മന്ത്ലി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രാഡേ അല്ല, ഇപ്പോൾ ഇത് ഇൻട്രാഡേ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ മന്ത്ലി നോക്കുകയാണെങ്കിൽ നോക്കൂ, എല്ലാ 500 പോയിൻറ്റ്സിലും എന്താണ് വലിയ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും കൃത്യമായിട്ട് ഹെഡ്ജ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ മന്ത്ലി ഒരു സ്ട്രാങ്കിൾ അല്ലെങ്കിൽ ഈ നമുക്ക് ഇതാണ് അറ്റ് ദ മണി 44,300 ഇപ്പോൾ ഉള്ള അറ്റ് ദ മണി. നമുക്ക് 45,000 അതുപോലെ തന്നെ 43,500 നമുക്ക് സെല്ല് കൊടുക്കാം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ ബിൽഡറിൽ മന്ത്ലി ആണ് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് മന്ത്ലി ആണ്. നിങ്ങൾക്ക് വീക്കിലി ആയാലും ചെയ്യാം. മന്ത്ലി നമുക്ക് എന്ത് ചെയ്യാം? ഒക്ടോബർ 11 മാറ്റി ഒക്ടോബർ 26 43,500 അതുപോലെ തന്നെ എത്രയാണ് 45,000 നമ്മൾ സെല്ല് കൊടുക്കുകയാണ്. 43,500 പുട്ട്, അതുപോലെ തന്നെ 45,000 കോളും നമ്മൾ സെല്ല് കൊടുക്കുകയാണ്. സോ അത്യാവശ്യം നല്ല റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. 2.5% മുകളിലോട്ടും 2.5% താഴത്തോട്ടും നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. മികച്ച പ്രോഫിറ്റും നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള പ്രോബ്ലം എന്താണ്? നമുക്ക് 88,000 രൂപ വേണം ഈ ഒരു ട്രേഡ് ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാം? സോ നമുക്ക് ഹെഡ്ജ് കൊടുക്കണം. എങ്ങനെ? പുട്ട് 500 പോയിൻ്റ് പുറകോട്ട് പോയിട്ട് പുട്ടിൻ്റെ ഹെഡ്ജ് കൊടുക്കണം. അതുപോലെ തന്നെ കോളും 500 പോയിൻ്റ് മുന്നോട്ട് പോയിട്ട് കോളിലും ഹെഡ്ജ് കൊടുക്കണം. അത് രണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ കോളിൽ 45,500 കോള് നമ്മൾ ബൈ കൊടുക്കുന്നു. പുട്ടിലാണെങ്കിൽ 43,000 നമ്മൾ ബൈ കൊടുക്കുന്നു. ഈ പറയുന്ന ഹൈ വോളിയം ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ലോസ് 15% കുറഞ്ഞു. റൈറ്റ്? അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ലിമിറ്റഡായി, ബട്ട് നമുക്ക് ഒരു ലിമിറ്റഡ് ലോസേ വരൂ എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഹെഡ്ജ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്തുകൊണ്ട് ഒരു അൺലിമിറ്റഡ് ലോസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും സ്ട്രാങ്കിൾ തന്നെ ആകണം എന്നില്ല. അറ്റ് ദ മണി സെല്ല് ചെയ്താലും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ്സ് എടുക്കാം. പക്ഷേ അവിടെ നിങ്ങൾ ഹൈ സ്കിൽഡ് ആയിരിക്കണം. ഹൈ സ്കിൽഡ് ആയാൽ മാത്രമാണ് അവിടെ നിങ്ങൾക്ക് പൊസിഷൻസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെഡ്ജുകൾ ചെയ്യാനായിട്ട് പഠിക്കുക. ഇപ്പം നിഫ്റ്റി ആണെങ്കിലും ഇത് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എത്രയാണ്? 80,000 വേണ്ട ക്യാപിറ്റൽ വെറും 36,000 മതി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻസിനെ മാനേജ് ചെയ്തുകൊണ്ട് ചെറിയ ക്യാപിറ്റലിൽ, സ്മോൾ ക്യാപിറ്റലിൽ ഓപ്ഷൻ സെല്ല് ചെയ്ത് മികച്ച പ്രോഫിറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ചെറിയ ക്യാപിറ്റലിനും ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് സേഫ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന്? സോ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ബൈ ചെയ്യുന്ന പോലെയോ ഒന്നും അല്ല. ഇവിടെ കൂടുതൽ ടൈം നമ്മൾ വിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള കൂടുതൽ സ്ട്രാറ്റജീസ് നിങ്ങൾ ബിൽഡ് ചെയ്ത് നോക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ അടുത്ത അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.